ഹലോ മൈ ഡിയർ സാൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിത്ര ടാറോ. സോ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇനി വരുന്ന 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് വരാൻ വേണ്ടി പോകുന്നത്, യൂണിവേഴ്സ് നിങ്ങളോട് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മുടെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതേപോലെ ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ ഒരു വീഡിയോ കാണുന്നു ആ സമയത്ത് പോലെ നിങ്ങൾക്ക് ഒരു വീഡിയോ റെസനേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ കറണ്ട് എനർജിയാണ്. അതായത് നിങ്ങളുടെ ലവ് ലൈഫിലുള്ള എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്നൊരു കാര്യമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്കതിനു വേണ്ടി ഒരു 3 കാർഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 10 ഓഫ് വൺസ്, 8 ഓഫ് സോർഡ്സ് ആൻഡ് 8 ഓഫ് പെൻറ്റിക്കിൾസ്. ഈ 3 കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറൻറ്റ്ലി നിങ്ങളുടെ ലവിൽ ഒരു ബ്രേക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതായത് ഒരു പോസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഈ ഒരു പോസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇമോഷണലായിട്ട് ഒരു വിഡ്രോളാണ്. അതായത് ഇമോഷണലായിട്ട് പെയിനും കാര്യങ്ങളും, അതേപോലെ നിങ്ങൾ ലൈഫിൽ നിന്ന് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിരിക്കും. നിങ്ങൾ ലൈഫിൽ നേടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു എന്നൊരു എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സമയത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു എൻഡിങ് അല്ല. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എല്ലാം അവസാനിച്ച് പോയി, നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയി, ഇനി ഒരിക്കലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരത്തില്ല എന്നൊരു കാര്യമായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇവിടെ ഒരിക്കലും ഇതൊരു എൻഡിങ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇത് നിങ്ങൾക്കൊരു ഇമോഷൻ റിയലൈസേഷനാണ്. നിങ്ങളുടെ സൗണ്ട് ലെവലിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്കിടയിൽ ഒരു പോസ്, ഈ ഒരു ബ്രേക്ക് ഡൗൺ സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിൽ പോയിരിക്കുന്നതാവാം, നോ കോണ്ടാക്റ്റ് നിൽക്കുന്നതായിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഏത് രീതിയിലുള്ളതായാലും ഇതൊക്കെ തന്നെ എന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് ലെവലിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂണിവേഴ്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വളരെയധികം ബ്ലൈൻഡായിട്ട് നിങ്ങൾ സിറ്റുവേഷൻ ഇരിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇവിടെ ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലൈൻഡായിട്ടായിരിക്കും, നിങ്ങൾക്ക് ഒരു കാര്യങ്ങളും മനസ്സിലാക്കാനോ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ ഒന്നിനും കഴിയുന്നില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഇതിനെല്ലാം ചേഞ്ച് വരും. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ടൈം നിങ്ങളിലേക്ക് കടന്നു വരും എന്നൊരു കാര്യമാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് ചേഞ്ച് വരും. അത് ഡെഫിനറ്റ്ലി ലൈക്ക് ഏറ്റവും പെൻറ്റക്കിൾസോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ വരും. ലൈക്ക് എല്ലാ കാര്യങ്ങളും ചേഞ്ച് ചെയ്യാൻ എനർജി തന്നെ ഇവിടെ കാണുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ സെക്കൻഡായിട്ട് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഹിഡൻ ഡിസൈർസ് എന്തൊക്കെയാണ്, നിങ്ങളോട് അവർ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ് എന്ന കാര്യമാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ ഇവിടെ ഒരുപാട് സ്പ്രെഡ്സ് വന്നിട്ടുണ്ട്. നമുക്കൊരു 3 കാർഡ് റീഡിങ് തന്നെ അത് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ക്ലറ്റ്സ് നോക്കാം. ഓക്കെ, സോ എന്തൊക്കെയാണ് നിങ്ങളുടെ പേഴ്സന് നിങ്ങളോടുള്ള ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, so let me check guys. So please guide me. എന്താണ് എൻ്റെ ക്ലയൻസിനോട്, ഈ വ്യൂവേഴ്സിനോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്, എന്ത് മെസ്സേജസ് ആണ് അവർക്ക് യൂണിവേഴ്സിൽ നിന്ന് കൊടുക്കാനുള്ള, അവരുടെ പേഴ്സണൽ മനസ്സിലായ ഹിഡൻ ഫീലിങ്സ് എന്തൊക്കെയാണ്. ഓക്കെ, സോ നൈറ്റ് ഓഫ് സോർഡ്സ്, 10 ഓഫ് കപ്സ് ആൻഡ് ഫൈനൽ കാർഡ് ഈസ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഈ 3 കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതൊരു സോൾമേറ്റ് റിലേഷൻഷിപ്പാണ്, സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ കാർഡ്സിൽ നിന്ന് ഇൻഡിക്കേറ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെക്കുറിച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ പാസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഉണ്ടായിരുന്ന മെമ്മറീസ്, നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള പ്ലേസ്, അതേപോലെ നിങ്ങൾ തമ്മിൽ കോൺവെർസേഷൻ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ആ വ്യക്തി ഇപ്പോൾ ഇരുന്ന് നിങ്ങളോട് ഡീപ്പായിട്ട് ആ വ്യക്തി അതെല്ലാം ചിന്തിക്കുന്നുണ്ട്. വളരെയധികം അവരുടെ മൈൻഡൊക്കെ കാം ചെയ്തിട്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ അവരുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ അവർക്കതൊക്കെ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നൊരു കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കതൊന്നും തന്നെ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളോട് ഒന്ന് ഓപ്പൺലി അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടോ അവർക്ക് സാധിക്കുന്നില്ല എന്നൊരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം എന്നൊരു കാര്യമാണ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ, നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് വരണം. ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു മൊമെൻറ്റിൽ അവർ തിരിച്ചു വരില്ല, അവരെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി എന്നൊരു മൊമെൻറ്റിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റിലാണ് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി ഇവിടെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. സോ
അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്തേക്ക് വരുന്ന ഒരു ടൈം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമുക്ക് കുറച്ച് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അത് ഒരു നെക്സ്റ്റ് സ്പ്രെഡായിട്ട് തന്നെ റീഡ് ചെയ്ത് നോക്കാം എന്തൊക്കെ സയൻസാന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇവിടെ കാണുന്ന ഒരു കാര്യം, ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു റീസണായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ ഉള്ളൊരു ഈഗോ ഉണ്ട്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഈഗോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഈ ഒരു ഈഗോ അവർ ഭയങ്കരമായിട്ട് സൈലൻറ്റ് മോഡിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു സൈലൻറ്റ് മോഡിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടാണ് അവർക്കിപ്പോൾ യാതൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ, യാതൊരു കാര്യങ്ങളും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുന്ന എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്യാം എന്ത് സർപ്രൈസാണ് നിങ്ങൾക്ക് ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതേപോലെ നിങ്ങളുടെ പാർട്ണറിൽ നിന്നും എന്ത് സർപ്രൈസാണ് നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഗിവ് മീ 3 കാർഡ്സ്. give me 3 cards. ഓക്കെ, സോ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഇവിടെ 5 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാർഡ് ഈ 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ ഫൈനൽ കാർഡ് ഈസ് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് വാൻസിൻ്റെ എനർജിയും അതേപോലെ ജസ്റ്റിസ് കാർഡ് ഇവിടെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സോ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്ന സർപ്രൈസ് അതേപോലെ 7 ഡേയ്സിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം ഇവിടെ നമുക്കിവിടെ ചെക്ക് ചെയ്യാം. സോ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് വരും. ഉറപ്പായിട്ട് ചിലപ്പോൾ ഒരു മീറ്റിംഗ് ആയിരിക്കാം, നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കാം, മെസ്സേജ് ചെയ്യുന്നതായിരിക്കാം. ഉറപ്പായിട്ടും 100% ആയിട്ട് എന്നോട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും അവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ വരും. കാരണം അവരതിനെക്കുറിച്ച് ഇപ്പോൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഒരു ഡീപ്പായിട്ട് ഇവിടെ തിങ്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡീപ്പായിട്ട് ആഗ്രഹത്തിലാണ് കറൻറ്റ്ലി ഇപ്പോൾ അവരുള്ളത്. സോ ഇതൊരു കംപ്ലീറ്റ് ആയിട്ടൊരു സൗൾ കണക്ട് ചെയ്ത റിലേഷൻഷിപ്പാണ്. നിങ്ങളിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സൗളുമായിട്ട് ഒരുപാട് രീതിയിൽ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങളുടെ സൗൾസ് തമ്മിൽ ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടില്ല. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം നിങ്ങളുടെ പേഴ്സൺ വരുന്നൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് അഫർമേഷൻസും സ്വിച്ച് വേർഡ്സൊക്കെ പറയാം. അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ വരുന്നതിന് വളരെ ഫാസ്റ്റ് എനർജി വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ്, ഒരു സീരിയസ് ആയിട്ടൊരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. ഒരിക്കലും നിങ്ങളായിട്ടൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഇനിയും ഡിസ്റ്റൻസിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. വീണ്ടും നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരാഗ്രഹത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു തരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇത് വളരെയധികം ഒരു സോഫ്റ്റ് ഒരു ഷിഫ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങളുടെ എനർജി എപ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പേർക്ക് ഇവിടെ ഡൗൺ ആയിട്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങൾ ഡൗൺ സ്റ്റേജിൽ നിന്ന് മാറി കുറച്ചുകൂടെ ഒരു ഹീലിംഗ് സ്റ്റേജിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിരിക്കും എന്നൊരു കാര്യമാണ് ഇവിടെ കാർഡ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ആയിട്ട് ഇവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷണൽ ടേണിംഗ് പോയിൻ്റ് എന്താണ് എന്നൊരു കാര്യമാണ്. അതായത് എന്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്നൊരു കാര്യമാണ് നമ്മുടെ സ്പ്രെഡ്സിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ എന്ത് റീസൺ കൊണ്ടാണ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 3 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് 2-3 കാർഡ്സ് ഇവിടെ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇത് ചാരിയോട്ടിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രേറ്റ്. സോ വളരെയധികം സർപ്രൈസ് തന്നെയാണ് ഇവിടെ കേട്ടോ. ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ട് സർപ്രൈസ് കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് സോഴ്സിൻ്റെ എനർജിയും കൂടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സോ എന്താണ് നിങ്ങളിലേക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള ടേണിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടൊരു ഇമോഷനായിട്ടുള്ള ഓപ്പണിങ് നിങ്ങൾ വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിടയിൽ ഒരു കാർമിക്കായിട്ടൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. സോ ഈ സമയത്ത് ഈ ഒരു സൈക്കിൾ ക്ലോസ് ആയിട്ടുണ്ട്. ഈ സൈക്കിൾ ക്ലോസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇമോഷൻ കണക്ഷൻ, അതായത് നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ വിഷമങ്ങൾ, അവരില്ലാത്തതിൻ്റെ നിങ്ങൾ എത്രത്തോളം ഡിപ്രസീവ് ആണോ, അവരില്ലാത്തതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, എത്രയോളം വേദനയോടാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നൊരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. സോ നിങ്ങളുടെ പ്രണയം നഷ്ടപ്പെടുത്തിയ ഒരു കാര്യം അവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും നഷ്ടപ്പെടുത്താൻ വേണ്ടി പാടില്ലായിരുന്നു. അവരത് ചെയ്തത് ഏറ്റവും വലിയൊരു തെറ്റായിരുന്നു. നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാര്യം അവരോട് തന്നെ ചെയ്തൊരു തെറ്റായിരുന്നു. കാരണം ഇത്രയും നല്ലൊരു പ്രണയം അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, മനസ്സിലാക്കിയൊക്കെ ഒരു പ്രണയം അവർ ലൈഫിൽ ഇതുവരെ അവർക്ക് സംഭവിച്ചിട്ട് കൂടിയില്ല. സോ
അങ്ങനത്തെ ഒരു പ്രണയം അവരുടെ ലൈഫിലുണ്ടായിട്ട് ഈ ഒരു സോൾമേറ്റിനെ അവർ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞു, നിങ്ങളെ നഷ്ടപ്പെടുത്തി മറ്റ് പല കാര്യങ്ങളിലേക്ക് അവർക്ക് ഫോക്കസ് ചെയ്ത് പോയത് അവർ ചെയ്ത തെറ്റാണെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. സോ ഈ ഒരു ഗിൽറ്റ് അവർക്ക് വന്നതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റായിട്ട് നമ്മളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ക്ലൂസ് ആൻഡ് സയൻസ് എന്തൊക്കെയാണെന്നും കൂടെ നമുക്കിവിടെ സ്പ്രെഡ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുടെ എനർജീസ് ഭയങ്കരമായിട്ട് ട്രെയിൻ ആവുന്നുണ്ട്. കാർഡ്സിൽ നിന്നായാൽ പോലും അത് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊരു സമയത്ത് മെഡിറ്റേഷനോ സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആർക്കെങ്കിലും ഗ്രൗണ്ട് മെഡിറ്റേഷനോ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ അത് നിങ്ങളുടെ എനർജീസൊക്കെ തന്നെ ഹീലാക്കാനും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പേഴ്സണിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവാനും നിങ്ങളുടെ പേഴ്സണൽ റീകൺസിലേഷൻ കുറച്ചുകൂടി വേഗത്തിൽ ഫാസ്റ്റായിട്ട് പോസിബിളാവാനും അത് സഹായിക്കുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സ്വിച്ച് വേർഡ്സ് യൂസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, സോ ആർക്കെങ്കിലും അതേപോലെ പേഴ്സ് റീഡിങ് എടുക്കണം താല്പര്യമുള്ളവർ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് അവൈലബിൾ ആണ്. ഓക്കെ, സോ നമുക്ക് യൂണിവേഴ്സിൽ നിന്നുള്ള സയൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ യൂണിവേഴ്സ് സയൻസ് ഫോർ യു. സോ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ അടുത്തായിട്ടുണ്ട്, നിങ്ങളിലേക്ക് അടുത്ത് വരുന്നു എന്നൊരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ക്ലൂസ് എന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ കാണുന്ന ഒരു ഓറഞ്ച് കളറായിരിക്കും. ചിലപ്പം അത് നിങ്ങൾ മറ്റു വ്യക്തികളുടെ ഔട്ട്ഫിറ്റിൻ്റെ കളറായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്ലവറിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കുന്നതിനകത്ത് ഒരു ഓറഞ്ച് കളർ ലവ് അയക്കുന്നതായിരിക്കാം. സോ ഓറഞ്ച് കളർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ എനർജി കാണുന്നുണ്ടെങ്കിൽ ആ ഒരു റാൻഡമായിട്ട് ആ ഒരു കളർ പലയിടത്തും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചെടുത്ത് വരാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോബബിലിറ്റി കൂടിയിട്ടുണ്ട് എന്നൊരു കാര്യമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റായിട്ട് വരുന്നത് ഒരു മ്യൂസിക്കാണ്. സോ മ്യൂസിക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് നിങ്ങൾ വീണ്ടും കാണാൻ ഇടയാവുക, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട്. ആ മ്യൂസിക്കിൻ്റെ ചിലപ്പോൾ അതിനകത്ത് ആക്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തികൾ കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ മ്യൂസിക് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് കാണുന്നതായിരിക്കാം, അല്ലെങ്കിൽ ആ സോങ്സ് നിങ്ങൾ വീണ്ടും കേൾക്കുന്നതായിരിക്കാം. അതൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കാം. നിങ്ങൾ ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടി പോകരുത്, പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു കാര്യം കേൾക്കണം. ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഏഞ്ചൽസ് നമ്പേഴ്സ് ലൈക്ക് 111, 222, 555. സോ ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സും കാണുന്നത് നിങ്ങളുടെ എനർജി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യത്തിന് ഇൻഡിക്കേഷനായിട്ടായിരിക്കും ഈ ഒരു ഏഞ്ചൽസ് നമ്പേഴ്സ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അതേപോലെ നിങ്ങൾ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ, പീക്കോക്കിൻ്റെ ഫെദർ കാണുന്നുണ്ടെങ്കിൽ, മൈപ്പീൽ കാണുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുടെ അടുത്ത് ഇന്നത്തെ ഒരു ഡേ തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യും എന്നതിൻ്റെ ഹൈ വൈബ്രേഷൻ ഓഫ് എനർജിയിലായിരിക്കും ഈ ഒരു ബട്ടർഫ്ലൈയും പീക്കോക്കിൻ്റെ ഫെദറൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈനായിട്ട് അവിടെ വരുന്നത്. സോ ഇതൊക്കെയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്ന യൂണിവേഴ്സിൻ്റെ സൈൻ ഓഫ് എനർജി ഓഫ് മെസ്സേജസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈനലായിട്ട് എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുള്ള ഒറാക്കിൾ മെസ്സേജ് എന്നൊരു കാര്യമൂടെ നമുക്കിവിടെ റീഡ് ചെയ്യാം. സോ ഓവറോൾ സ്പ്രെഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് യൂണിവേഴ്സ് ഇപ്പം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള മെസ്സേജാണിത്. അതായത് നിങ്ങളുടെ സോളിനെ ഒരു കാരണവശാൽ യൂണിവേഴ്സ് നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടി പ്രെയർ ചെയ്യുന്ന കാര്യങ്ങളും എടുത്തിട്ടുള്ള എഫേർട്ടും എല്ലാം യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ, നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കരഞ്ഞിട്ടുള്ള എല്ലാം യൂണിവേഴ്സ് കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം തന്നെ ഇനി വരുന്ന 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി തുടങ്ങും എന്നൊരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഓരോ സ്പ്രെഡിൽ നിന്ന് വന്നിട്ടുള്ള റീഡിങ്. സോ ഈ റീഡിങ് റെസണേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ റീഡിങ് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടില്ലെങ്കിൽ, നെഗറ്റീവായിട്ടാണ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ തോന്നുന്നതെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, ഒരു പ്രശ്നമില്ല. പോസിറ്റീവ് നെഗറ്റീവ് കമൻറ്റ് ഞാൻ സ്വീകരിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സോ 24 hours റീഡിങ് കിട്ടുന്നതും ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് സ്വിച്ച് വേർഡ്സ്, മന്ത്രാസ് ഈ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സിറ്റുവേഷൻ റെസണേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിനെ ക്ലോസ് വെച്ചിട്ട് എടുക്കാൻ വേണ്ടി നോക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് റിലീസ് ചെയ്യുക. നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് കരുതി റിലീസ് ചെയ്യുക. ഓക്കെ, എന്തായാലും എൻ്റെ വീഡിയോ എല്ലാവരും ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് ബിഗ് താങ്ക് യു ഓൾ. ബൈ.